എങ്ങോട്ടാണ് പോകുന്നത്? ഞാൻ അകത്തേക്കാണ് പോകുന്നത്. എന്താണ് പ്രശ്നം? അതിന് ഞാൻ നിന്നെ അകത്തേക്ക് കടത്തി വിടുമെന്ന് കരുതിയോ? എന്തുകൊണ്ട് എനിക്ക് അകത്തേക്ക് പോകാൻ കഴിയില്ല? ചീഫ് സെക്യൂരിറ്റി ഓഫീസർ തന്റെ വസ്ത്രം കണ്ടാണ് തന്നെ വിലയിരുത്തുന്നതെന്ന് അഭിനവിന് മനസ്സിലായി. ശ്രദ്ധിക്ക്, നിന്നെ പോലുള്ളവരെ എനിക്ക് നന്നായി അറിയാം. കൂടുതൽ കളിയാക്കാതെ ഇവിടെ നിന്ന് പോകൂ. നിങ്ങൾക്ക് എന്നെ എങ്ങനെ അറിയാം? നിങ്ങൾ എന്റെ വല്ല ബന്ധുവാണോ? ഞാൻ അകത്തേക്ക് പോകാൻ വന്നതാണെങ്കിൽ പിന്നെ എന്തിന് തിരികെ പോകണം? ഈ ഹോട്ടൽ നിന്റെ അച്ഛന്റെ ആണോ? പറ. ഇത് കേട്ടപ്പോൾ അഭിനവിന് ദേഷ്യം വന്നു. പക്ഷേ അവൻ ദേഷ്യത്തിൽ ഒന്നും ചെയ്തില്ല. ആളുകളുടെ ശ്രദ്ധ തന്നിലേക്ക് വരാതിരിക്കാൻ അവൻ ശാന്തനായി നിന്നു. അഭിനവ് 2 അടി പിന്നോട്ട് മാറി ഫോൺ എടുത്ത് വിക്രമനെ വിളിച്ചു. യെസ് ടൈഗർ, എവിടെ എത്തി? ഞാൻ ഹോട്ടലിന്റെ പ്രവേശന കവാടത്തിലുണ്ട്. വിക്രം, നമ്മുടെ ടേബിൾ നമ്പർ എത്രയാണ്? ടേബിൾ നമ്പറോ? ഹേയ്, ഞാൻ ഈ ഹോട്ടലിന്റെ ഉടമയാണ്. എനിക്ക് ടേബിൾ ബുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നീ പോയി വിശ്രമിക്കൂ, ഞാൻ ഇപ്പൊ എത്തും. എനിക്ക് അകത്തേക്ക് പോകാൻ കഴിയുന്നില്ല. ഇവിടെ ഒരു സെക്യൂരിറ്റി ഗാർഡ് നിൽക്കുന്നുണ്ട്. എന്നെ പോലുള്ളവരെ അകത്തേക്ക് കടത്തി വിടില്ലെന്നാണ് അയാൾ പറയുന്നത്. ആരാണ് ഈ വിട്ടി? ഒരു കാര്യം ചെയ്യും, ഞാൻ 10 മിനിറ്റിനുള്ളിൽ അവിടെ എത്തും. അതുവരെ കാത്തിരിക്കും. ഈ ഓഫീസറുടെ പെരുമാറ്റത്തിന് ഞാൻ ക്ഷമ ചോദിക്കുന്നു. അത് സാരമില്ല, ഞാൻ വെയിറ്റ് ചെയ്യാം.